കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് ടവർ തകർന്നു വീണു. മൂന്നാം പ്ലാറ്റ്ഫോമിലേക്കാണ് 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നു വീണത്. ഈ സമയത്ത് പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഇല്ലാത്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 11:10 സംഭവം. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ പ്ലാറ്റ്ഫോമിലുള്ളപ്പോഴാണ് അപകടം. ഉച്ചയ്ക്ക് 2:05 പുറപ്പെടേണ്ടിയിരുന്നായിരുന്നു ഈ ട്രെയിൻ. അപകടം നടക്കുന്ന സമയത്ത് യാത്രക്കാർ ഇവിടെ ഇല്ലാതിരുന്നതാണ് ദുരന്തം ഒഴിവായത്. ഇവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ ഓടി മാറുകയും ചെയ്തു. റൂമിൽ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഓടിക്കുക. രണ്ടാൾ പുറത്തായിരുന്നു, ഒരാൾ ഉള്ളിലുണ്ടായിരുന്നു. ഓൾറെഡി ഇതിനൊരു അപകട സാധ്യത ഉണ്ടെന്ന് അറിയിച്ചിരുന്നോ? ഇല്ല, ആരും അറിയിച്ചില്ലല്ലോ. അങ്ങനെ ഒരു അപകടം പ്രതീക്ഷിക്കുന്നുമില്ലല്ലോ. ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് വിവരം. 150 വർഷത്തോളം പഴക്കമുള്ളതാണ് കെട്ടിടം. ക്ലോക്ക് ടവർ തകർന്നു വീണേക്കാമെന്ന മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതായാണ് വിവരം. സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിവരുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇവിടെ മറ്റു തൊഴിലാളികൾക്കും ലഭിച്ചിരുന്നില്ല. അറിയിപ്പ് ഇതുവരെ ഞങ്ങൾ ലഭിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബിൽഡിങ്ങിന്റെ അവസ്ഥ ശോചനീയമായിരുന്നു. ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പുറകുന്ന് പൂട്ടി വരുമ്പോഴാണ് ഈ സൗണ്ട് കേട്ടത്. ഒന്നായിട്ട് പുക മൂടി കിടക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് MLA-മാരായ കെ ജയന്തും ഫൈസൽ ബാബുവും ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ പൊളിക്കാൻ വെച്ച ഒരിടത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തുക എന്ന് പറയുന്നത്, ഇതൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കോഴിക്കോട്ടെ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവിടെ നിന്ന് സസ്പെൻഷൻ കൊടുത്ത് വളരെ പെട്ടെന്ന് ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യണം. അപകടത്തിന് പിന്നാലെ 1 മുതൽ 3 വരെയുള്ള പ്ലാറ്റ്ഫോമുകളോടുള്ള ട്രെയിൻ ഗതാഗതം പൂർണ്ണമായി നിർത്തിവെച്ചു. കോഴിക്കോട്ടേക്കുള്ള ട്രെയിനുകൾ കല്ലായി വരെയാക്കി. മറ്റു ട്രെയിനുകൾ വെസ്റ്റിയിൽ നിന്നും പുറപ്പെടാൻ സൗകര്യമൊരുക്കി. ഇവിടെ എത്താൻ റെയിൽവേ സ്റ്റേഷനിൽ KSRTC സർവീസ് ഏർപ്പെടുത്തി. ക്ലോക്ക് ടവറിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇന്ന് പൊളിച്ചുമാറ്റാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. 150 വർഷം പഴക്കമുള്ള ക്ലോക്ക് ടവറാണ് ഇന്നിവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഇത്രയും വർഷം പഴക്കമുള്ള ഈ ടവർ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായും പൊളിച്ചു നീക്കാൻ എന്താണ് അമാന്തം കാണിച്ചതെന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ക്യാമറമാൻ KP ഷൈജിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.